നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചെന്നോ? നിങ്ങൾക്ക് നാണമാകുന്നില്ല? കൊല്ലം സുധിയുടെ മകൻ കിച്ചുവിൻ്റെ തുറന്നു പറച്ചിൽ വൈറലായതോടെ രേണു സുധിയും കുടുംബവും സംശയത്തിൻ്റെ നിഴലിലാണ്. സോഷ്യൽ മീഡിയ ഒന്നാകെ രേണുവിനെതിരെ തിരിഞ്ഞു. പുതിയ വിവാദങ്ങളിൽ വീണ്ടും പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് രേണു. തനിക്കും ചിലത് പറയാനുണ്ടെന്ന്, അത് പറയാൻ തുടങ്ങിയാൽ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്നാണ് രേണു പറയുന്നത്. ഒരുപാട് പേർ എന്നെ വിളിച്ചു ഞാനിട്ട വീഡിയോ കണ്ടിട്ട്. ഇപ്പോഴും ഞാൻ ദുബായിൽ തന്നെയാണ്. ഒരുപാട് നല്ല ആളുകൾ വിളിച്ച് ഞാൻ ഓക്കെയാണോ എന്ന് തിരക്കുന്നുണ്ട്. പുതുതായി വന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂലകാരണം എന്താണെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് FBയിലൊരു പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്നൊരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കി ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ. അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങളിൽ പലരും അത് കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിംഗ് എല്ലാം നടന്നിട്ടുണ്ട്. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ആരോടും പിണക്കവും പരിഭവവുമില്ല. ഞാൻ എല്ലാം ഒന്നും പറഞ്ഞിട്ടുമില്ല. ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇവിടം കൊണ്ടൊന്നും തീരില്ല. അറിയുന്നവർക്കറിയാം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ചേട്ടനുള്ളപ്പോഴും മരിച്ചപ്പോഴുമെല്ലാം. ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എൻ്റെ കുറ്റം കാണാനാണ് നേരം. അന്ന് എനിക്ക് 24 വയസ്സേയുള്ളൂ. അന്ന് 11 വയസ്സുള്ള കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായും ഞാൻ മാറിയിരുന്നു. അതിനുശേഷമാണ് അവരെ സ്വീകരിച്ചത്. അത് ആരും ഓർക്കുന്നില്ല. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ അവനെ ഉപദ്രവിച്ചിട്ടില്ല. അവനെ ഉപദ്രവിച്ചവരുണ്ട്. കഥകൾ ചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നേവരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നതെന്ന് എനിക്ക് അറിയില്ല. FBയിലെ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന്. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. മിനിഞ്ഞാന്ന് വരെ എന്നെ കോണ്ടാക്റ്റ് ചെയ്തു. ആവശ്യമുള്ളത് ഞാൻ കൊടുത്തു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. സുധിച്ചേട്ടൻ വരുന്നതിന് മുമ്പും ശേഷവുമുള്ള എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊന്നും തീരില്ല. എന്നെക്കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞാണ് രേണു വീഡിയോ അവസാനിപ്പിക്കുന്നത്.